നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു 2 ദിവസം മുമ്പ് കണ്ണൂർ കൂത്തുപറമ്പ് മെരുവമ്പായിൽ ശ്രീനന്ദ എന്ന വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണം. വെറും 25 കിലോ ഭാരം മാത്രമുള്ള ശ്രീനന്ദ എല്ലും തോലുമായാണ് മരിച്ചത്. അതായത് അത്രയേറെ ശരീരം ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിയിലായിരുന്നു ശ്രീനന്ദ എന്ന് പറയുന്ന ഈ ഒരു 18 വയസ്സുകാരി മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് സ്ലിം ബ്യൂട്ടി ആവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചില അശാസ്ത്രീയ ഡയറ്റുകൾ പിന്തുടർന്നതുകൊണ്ടാണെന്ന് വാർത്തകൾ വന്നിരുന്നു. യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ട്, കാരണം നമുക്ക് ഇന്നറിയാം സോഷ്യൽ മീഡിയ പേജുകൾ തുറന്നത്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പേജുകളൊക്കെ തുറന്ന പലതരത്തിലുള്ള ടിപ്സുകൾ ഇന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കുന്നതിനുള്ള പല ടിപ്പുകൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇന്ന് തുരുതുര ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ വീഡിയോസ് നോക്കി ഡയറ്റ് ചെയ്തുകൊണ്ടാണ് പെൺകുട്ടി മരിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്നും കുട്ടിക്ക് അപൂർവങ്ങളിൽ അപൂർവമായ അനോറെക്സിയ നെർവോസ എന്ന മാനസിക രോഗമായിരുന്നു എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. ഇത്തരക്കാർ ശരീരഭാരം കൂടുന്നതിൽ അങ്ങേയറ്റം ആകാംക്ഷയുള്ളവരാണ്. തടി കുറയ്ക്കാനായി ഇവർ ഭക്ഷണത്തിന്റെ അളവ് വല്ലാതെ കുറയ്ക്കും. ഇതിന് പിന്നാലെ വിശപ്പ്, ദാഹം എന്നുള്ള വികാരം തന്നെ ഇവർക്ക് ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. ഇതൊരു ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് മാറുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. തുടക്കത്തിൽ ചികിത്സ തേടിയാൽ ഇതിന് കൃത്യമായിട്ട് കൗൺസിലിംഗ് ഒക്കെ നൽകി ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഇതിനെക്കുറിച്ച് ഡോക്ടർമാരടക്കം പ്രതികരിക്കുന്നത്. ഇക്കാര്യം കുടുംബത്തിന് തിരിച്ചറിയാൻ പക്ഷേ സാധിച്ചിരുന്നില്ല. ശ്രീനന്ദ മരിക്കുമ്പോൾ ശരീരഭാരം വെറും 25 കിലോ മാത്രമായിരുന്നുവെന്ന് ചികിത്സിച്ച ഡോക്ടർ നാഗേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ACUവിലാണ് പ്രവേശിപ്പിച്ചത്. രക്തസമ്മർദ്ദത്തിന്റെ ലെവൽ 70 ആയിരുന്നു, ഷുഗർ ലെവൽ 45, സോഡിയത്തിന്റെ ലെവൽ 120 ആയിരുന്നു. പേശീഭാരം തീരെ ഉണ്ടായിരുന്നില്ല, എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു പെൺകുട്ടിയെന്നും ഡോക്ടർ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ വിശപ്പെന്ന വികാരം പോലും പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ശ്രീനന്ദ. വണ്ണം കൂടുതലാണെന്ന ധാരണയെ തുടർന്ന് ശ്രീനന്ദ യൂട്യൂബ് നോക്കി ഭക്ഷണ ക്രമീകരണം നടത്തിയതായി വിവരമുണ്ടായിരുന്നു. ദിവസങ്ങളോളം ശ്രീനന്ദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. ഇതിനുശേഷം 2 ദിവസം മുമ്പാണ് മരണപ്പെട്ടത്. ഇനി ഈ ശ്രീനന്ദയുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ അനോറെക്സിയ നെർവോസ എന്നൊരു അവസ്ഥ, മാനസിക അവസ്ഥയെക്കുറിച്ച് ചർച്ചയാകുന്നത്. ഇനി എന്താണ് ഈ പറയുന്ന അനോറെക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു അവസ്ഥ? അതായത് ശരീരഭാരം കൂടുമോ എന്ന ഭയം, മെലിഞ്ഞിരിക്കാനുള്ള അമിതമായ ആഗ്രഹം എന്നിവയാൽ പ്രകടമാകുന്ന ഒരു ഭക്ഷണ ക്രമക്കേടാണ് അനോറെക്സിയ നെർവോസ എന്ന മാനസിക രോഗമെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഈ രോഗമുള്ള വ്യക്തികൾ പലപ്പോഴും തങ്ങൾക്ക് കുറഞ്ഞ ഭാരത്തിന്റെ പ്രശ്നമുണ്ടെന്ന് നിഷേധിക്കുന്നു. അവർ ഇടയ്ക്കിടെ സ്വയം തൂക്കി നോക്കുകയും ചെറിയ അളവിൽ കഴിക്കുകയും ചില ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുകയും ചെയ്യും. അമിതമായി വ്യായാമം ചെയ്യുന്ന രീതിയും ഇത്തരക്കാർക്കുണ്ട്. അതായത് തടി കുറഞ്ഞിരിക്കാൻ, തടി കൂടുമോ എന്നുള്ള ഒരു ആശങ്ക ഈ പറയുന്ന അവസ്ഥയുള്ളവർക്ക്, മാനസികാവസ്ഥയുള്ളവർക്ക് എപ്പോഴും മനസ്സിലുണ്ടാകുമെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. കൗമാരത്തിലോ യൗവനത്തിലാണ് അനോറെക്സിയ പലപ്പോഴും കണ്ടുവരുന്നത്. ഈ രോഗം സ്ത്രീകളിലാണ് കൂടുതൽ കാണാറുള്ളത്. അനോറെക്സിയയുടെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. ചെറുപ്പകാലത്തുണ്ടാവുന്ന പീഡനങ്ങൾക്ക് വരെ ഇതിനു കാരണമാവുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായി മാറ്റാം. രോഗിയെ ആരോഗ്യകരമായ ഭാരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ആദ്യപടി എന്ന് പറയുന്നത്. അവരുടെ അടിസ്ഥാന മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുക, തെറ്റായ പെരുമാറ്റങ്ങൾ പരിഹരിക്കുക എന്നിവയും ചികിത്സയിൽ ഉൾപ്പെടുന്നു. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും ഇത്തരക്കാർക്ക് കൊടുക്കാറുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ത്രീകളിൽ 0.3% മുതൽ 4.3% വരെ പേർക്കും, പുരുഷന്മാരിൽ 0.2% മുതൽ 1% വരെ പേർക്കും അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് സംഭവിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. പാശ്ചാത്യ നാടുകളിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ ഇത് 10 ഇരട്ടി കൂടുതലായി ഈ രോഗം കാണുന്നുണ്ട്. ഇതുവരെ ആയിരക്കണക്കിന് മരണങ്ങൾക്കും ആത്മഹത്യകൾക്ക് ഈ രോഗം കാരണമായിട്ടുണ്ടെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. സ്വയം അടിച്ചേൽപ്പിക്കുന്ന പട്ടിണി മൂലമുണ്ടാകുന്ന അനോറെക്സിയ നെർവോസയും അനുബന്ധ പോഷകാഹാരക്കുറവും ശരീരത്തിലെ എല്ലാ പ്രധാന അവയവ വ്യവസ്ഥകളിലും സങ്കീർണതകൾക്ക് കാരണമാകും. ശരീരത്തിലെ ആവശ്യ പോഷകങ്ങളുടെ അഭാവം മൂലം പോഷകാഹാരക്കുറവ് തലച്ചോറിൽ മാറ്റങ്ങൾക്കും കാരണമാകും. രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവിലുണ്ടാകുന്ന ഒരു കുറവായ ഹൈപ്പോകലീമിയ അനോറെക്സിയ നെർവോസയുടെ ലക്ഷണമാണ്.
പൊട്ടാസ്യത്തിന്റെ ഗണ്യമായ കുറവ് അസാധാരണമായ ഹൃദയതാളം, മലബന്ധം, ക്ഷീണം, പേശീക്ഷതം, പക്ഷാഘാതം എന്നിവയ്ക്കും കാരണമാകും. കേരളത്തിൽ പൊതുവെ ഈ രോഗത്തിന്റെ നിരക്ക് കുറവാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഗുരുതരമായ ഈറ്റിംഗ് ഡിസോർഡറും മാനസികാരോഗ്യ പ്രശ്നവുമാണ് അനോറെക്സിയ നെർവോസയുടെ പ്രധാന ലക്ഷണമെന്ന് കേരളത്തിലുള്ള ഡോക്ടർ ഗായത്രി രാജനും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നമുള്ളവർ വണ്ണം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കും. വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അമിതമായി വ്യായാമം ചെയ്യുകയോ ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിച്ചു കളയാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും. പട്ടിണി കിടക്കുക കൂടി ചെയ്യുന്നതോടെ സാഹചര്യം ഗുരുതരമാകും. സ്വന്തം ശരീരത്തെക്കുറിച്ച് എപ്പോഴും ആശങ്കയുണ്ടാവും. വണ്ണം വെക്കുമോ എന്ന ഭയം ഉണ്ടാവുകയും ചെയ്യും. വണ്ണം തീരെ കുറവാണെങ്കിലും വണ്ണം വെക്കുമോ എന്ന തോന്നലുണ്ടാകും. പ്രായലിംഗ ഭേദമന്യേ എല്ലാവരിലും ഈ അവസ്ഥ കാണാം. ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയവയാണ് അനോറെക്സിയ നെർവോസയിലേക്ക് നയിക്കുന്നത്. അനോറെക്സിയ ഉണ്ടെന്ന സംശയം തോന്നിയാൽ ഉടൻ വിദഗ്ധ ചികിത്സ തേടണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികളിലൂടെ ഈ അവസ്ഥയെ മറികടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. പക്ഷെ തിരിച്ചറിഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഇതൊരു മാനസിക അവസ്ഥയാണെന്നാണ് പറയുന്നത്. ലോകത്ത് വളരെ ചുരുക്കം ശതമാനം ആളുകളിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. കൗമാരക്കാരിലാണ് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് എല്ലാവരും ബോധവാന്മാരാവുക. ഇത്തരത്തിൽ തങ്ങളുടെ അടുത്തുള്ള ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൗൺസിലിംഗ് ഒക്കെ ഇന്ന് ലഭിക്കുന്നതാണ്. അത് ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതാണ്.